നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാനാ അച്ഛനോട് മാപ്പ് പറയേണ്ടത്. മാപ്പൊന്നും പറയണ്ട മോനെ. ഈ അച്ഛന്റെ മനസ്സ് നിറഞ്ഞു. ഈ മനുഷ്യൻ പറഞ്ഞതുപോലെ നീ ഒരു ഫ്രോഡാ. ആദ്യം നിന്റെ അനിയൻ സ്നേഹിച്ച് ചതിച്ചു. ഇപ്പൊ നീയും ആ പാവം പെണ്ണിന്റെ ശാപമൊക്കെ നിന്നെ രണ്ടിനും വെറുതെ വിടില്ല. വേണ്ട, വിടണ്ട. അമ്മ എന്ന് പോയേ. ഇതിനൊക്കെ നിങ്ങൾ എല്ലാവരും മറുപടി പറയേണ്ടി വരും. പറയിപ്പിക്കും ഞാൻ. അമ്മായി നിന്ന് ശ്രേയുടെ മനസ്സിലെന്താന്ന് അമ്മായിക്ക് മനസ്സിലാവത്തുണ്ട. ശരിയാ, ശ്രേയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിയാം. ശ്രേയ ഈ വീട്ടിൽ വന്ന കാറ്റി കത്തിച്ച കർപ്പൂരം പോലെ നിന്റെ ജീവിതം കെട്ടുപോകും. അതിനല്ലടി നീ ചെയ്തു കൂട്ടുന്നതെല്ലാം. നീ വിചാരിച്ചതെല്ലാം നടത്തിയെടുത്തു എന്ന് കരുതി നീ സന്തോഷിക്കണ്ട. നീ ഇനി ചിന്തിക്കാത്തതും പ്രതീക്ഷിക്കാത്തതും നടക്കും. ചാരു, എല്ലാരോടും ഞാൻ ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞു തീർക്കാം. പക്ഷേ നിന്നോട് ചെയ്ത തെറ്റിന് മാപ്പ് പറയാനുള്ള അർഹത പോലും എനിക്കില്ല. നിന്റെ ജീവിതം തുലച്ചു കളയാൻ നോക്കിയതാ ഞാൻ. പക്ഷേ ദൈവത്തെ പോലെ അച്ഛൻ നിന്നെ രക്ഷിച്ചു. അച്ഛൻ മാത്രമല്ല, എന്റെ അനിയനും. ഞാൻ ചെയ്ത പാപത്തിന് ഇവര് പരിഹാരം ചെയ്തു. എന്നാലും ആ പാപത്തിനുള്ള ശിക്ഷ ദൈവം എനിക്ക് തരും. അത് ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടാ ഞാൻ നിൽക്കുന്നേ. ചാരു, മാപ്പ്. അയ്യോ, അരവിന്ദേട്ടനൊരു ശിക്ഷയും ദൈവം തരില്ല. അതുകൊണ്ടല്ലേ മനസ്സ് മാറി കല്യാണം വേണ്ടെന്ന് വെച്ചത്. ഈ ഒരു സന്തോഷം മതി അരവിന്ദേട്ട. അമ്മയോട് ഞാൻ അപേക്ഷിച്ച പോലെ അരവിന്ദേട്ടന്റെ മനസ്സ് മാറ്റി തന്നു. അമ്മയുടെ ഈ മോള് ജീവിക്കുന്ന വീട് സന്തോഷായിട്ടിരിക്കണം. അമ്മയുടെ അനുഗ്രഹത്തിന് നന്ദി. മമ്മി, ഇത് കൊള്ളാവോ? ഇഷ്ടല്ലേ? ആ, ഇത് കൊള്ളാം മോളെ. മമ്മിക്ക് ഇഷ്ടപ്പെട്ടോ? ആ മോളെ, ഇഷ്ടായി. മോളെ. ആ ആന്റി വാ. നല്ല സമയത്ത് ആന്റി വന്നത്. മാരേജ് ഇൻവിറ്റേഷൻ സെലക്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. നടക്കാത്ത കല്യാണത്തിന് എന്തിനാ മോളെ ഈ ഇൻവിറ്റേഷനൊക്കെ?
ഞാൻ മോളോട് എന്ത് പറയാനാ? ആന്റി എന്തേ പറയുന്നേ? മോളുടെ അരവിന്ദിന്റെ കല്യാണം നടക്കില്ല. ഹേമേ, പെട്ടെന്ന് കല്യാണമൊന്നും നടക്കില്ലെന്ന് പറഞ്ഞ? ഞാനല്ല, അരവിന്ദാ പറഞ്ഞത്. നമ്മളെ എല്ലാം വിശ്വസിപ്പിച്ച് ഇപ്പൊ അവൻ തന്നെ പിന്മാറി. ആന്റി, അരവിന്ദ് എന്താ പറഞ്ഞത്? അത് മനസ്സിലാവുന്ന പോലെ പറഞ്ഞതാ. അത് അന്ന് ഞാൻ ഫോണിൽ മോളോട് പറഞ്ഞതല്ലേ. അവന്റെ അച്ഛന്റെ വാക്ക് കേട്ട് പിന്മാറിയതാ. ശ്രേയ എന്നോട് പറഞ്ഞില്ലേ അരവിന്ദിനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണമെന്ന്. അതിനി നടക്കില്ല. എന്റെ മോൻ നമ്മുടെ കൈവിട്ടു പോയി. ശ്രേയ എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന് അവൻ തീർത്തു പറഞ്ഞു. ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. ഞാൻ പറഞ്ഞതൊന്നും അവൻ ഗവനിച്ചില്ല. മാഷിനോടും ആകാശിനോടും ആ തുണിക്കച്ചവടക്കാരിയോടും അവൻ മാപ്പ് പറഞ്ഞു. കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയ ഈ സമയത്ത് ഇങ്ങനൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ഹേമേ? നിശ്ചയം കഴിഞ്ഞതല്ലേ? ഇപ്പൊ സകലരും അറിഞ്ഞു കാണും ബാലമാഷിന്റെ മോനാണ് ചീഫ് എഞ്ചിനീയറെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. ഇപ്പൊ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവും ഹേമേ? കുറെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മള് വിചാരിച്ചതുപോലെ തന്നെയാ എല്ലാം പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എല്ലാം തകിടം മറിഞ്ഞു. എന്റെ മോന്റെ മനസ്സ് മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഹേമ അങ്ങനെ വിചാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഞങ്ങളായിരുന്നു അത് ഓർക്കേണ്ടത്. രണ്ടാമത്തെ മകൻ ആകാശ് ഇവളെ സ്നേഹിച്ച് പറ്റിച്ചു. അതേ ചോര തന്നെയല്ലേ അരവിന്ദിന്റെ. അവൻ ചരിച്ചതിൽ തെറ്റൊന്നും പറയാനില്ല. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ രാജി. ആകാശ് ചെയ്ത തെറ്റിന് പരിഹാരമായിട്ടാ ശ്രേയമോളെ എന്റെ മരുമകളായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിച്ചത്. ആ ആഗ്രഹം പകുതി വഴിയിൽ അവസാനിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പോ ചതിക്കപ്പെട്ട് നിൽക്കുന്നത് നിങ്ങൾ മാത്രമല്ല, ഞാനും കൂടിയാ. അരവിന്ദ് പറഞ്ഞത് കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. എന്നിട്ടിപ്പോ രാജിയും കൂടി എന്നോട് ദേഷ്യപ്പെട്ട ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്തിട്ടായാലും അരവിന്ദനെ കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കണം. അതിന് ശ്രമിച്ചിട്ടും നടക്കാതെ വന്നപ്പോഴാ ഞാൻ ഇങ്ങോട്ട് വന്നത്. മോളെന്താ ഒന്നും മിണ്ടാൻ നിൽക്കുന്നേ? മോക്കെന്നോട് ദേഷ്യാണോ? ഞാനും മോളെ പറ്റിക്കാണെന്ന് വിചാരിച്ചോ? മോളെ മനസ്സിൽ എന്താന്ന് വെച്ചാ പറയേ.